അദ്ധ്യായം 1. ചരിത്രം. ഹിസ്റ്ററി. എന്ത്, എവിടെ, എങ്ങനെ, എപ്പോൾ. ചരിത്രം. ഭൂതകാലത്തിൽ നടന്ന സംഭവങ്ങളുടെ കാലക്രമത്തിലുള്ള വിവരണമാണ് ചരിത്രം. നമ്മൾ എന്തിന് ചരിത്രം പഠിക്കണം? നമ്മുടെ ഭൂതകാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് നാം ചരിത്രം പഠിക്കണം. ഇത് നമ്മുടെ പ്രാചീന സംസ്കാരത്തെക്കുറിച്ചും ജീവിത രീതിയെക്കുറിച്ചും നമുക്ക് ധാരണ നൽകുന്നു. ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. ചരിത്രത്തിൻ്റെ സമയ ഫ്രെയിമുകൾ. ചരിത്രത്തെ നന്നായി മനസ്സിലാക്കുന്നതിനു വേണ്ടി ചരിത്രകാരന്മാർ ക്രോണോളജിക്കൽ സീക്വൻസ് ഉപയോഗിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം 0 വർഷമായി കണക്കാക്കുന്നു. ക്രിസ്തുവിന് മുമ്പുള്ള ഏതൊരു സംഭവത്തെയും ബിഫോർ ക്രൈസ്റ്റ് അഥവാ BC എന്നും ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള ഏതൊരു സംഭവത്തെയും അനോ ഡോമിനി അഥവാ AD എന്നും വിളിക്കുന്നു. ടൈം ലൈൻ ഓഫ് ഹിസ്റ്ററി അഥവാ ചരിത്രത്തിൻ്റെ ലേബലിൽ കാലഘട്ടങ്ങളെ 3 തിരിച്ചിരിക്കുന്നു. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് അഥവാ ചരിത്രാതീത കാലം, പ്രോട്ടോ ഹിസ്റ്റോറിക് പീരീഡ് ആൻഡ് ഹിസ്റ്ററി. ആളുകൾ എവിടെയാണ് താമസിച്ചിരുന്നത്? നദീതടങ്ങൾക്ക് സമീപമാണ് ആളുകൾ താമസിച്ചിരുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള സുലൈമാൻ ഹിൽ, അതുപോലെ തന്നെ കിർത്താർ ഹിൽ എന്നിവിടങ്ങളിൽ നിന്ന് ജീവൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഗംഗയിൽ പോലും ജീവൻ്റെ അടയാളങ്ങൾ നിലനിന്നിരുന്നു. മഗധ, കാശി, വാജി തുടങ്ങിയ മഹാജനപദങ്ങൾ 2500 വർഷങ്ങൾക്ക് മുമ്പ് തഴച്ചു വളർന്നിരുന്നു. ഹിമാലയൻ പർവ്വതങ്ങൾ കാലങ്ങളായി ഇന്ത്യയ്ക്കും മധ്യേഷ്യയ്ക്കും ഇടയിലുള്ള പ്രകൃതിദത്ത തടസ്സമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യ എന്ന പേര് എങ്ങനെ വന്നു? നമ്മുടെ രാജ്യത്തെ ഇന്ത്യ എന്നും ഭാരതം എന്നും വിളിക്കുന്നു. സംസ്കൃത രചനയായ ഋഗ്വേദത്തിൽ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ ഭാരതം എന്നുപയോഗിച്ചു. സംസ്കൃതത്തിൽ സിന്ധു എന്ന് വിളിക്കപ്പെട്ടിരുന്ന സിന്ധു നദിയിൽ നിന്നാണ് സിന്ധു എന്ന വാക്ക് അതിൻ്റെ വേരുകൾ കണ്ടെത്തുന്നത്. ഭൂതകാലത്തെക്കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാം? പുരാവസ്തു ഗവേഷകരും ചരിത്രകാരന്മാരും ഭൂതകാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി നിരവധി ഉറവിടങ്ങളിൽ പഠനം നടത്തുന്നു. 2 പ്രധാനപ്പെട്ട ഉറവിടങ്ങളാണ് പുരാവസ്തുവും സാഹിത്യവും. ആർക്കിയോളജി അഥവാ പുരാവസ്തുശാസ്ത്രം സ്ഥലങ്ങളുടെ ഉൾഖനനത്തിലൂടെയും ഭൗതിക അവശിഷ്ടങ്ങളുടെ വിശകലനത്തിലൂടെയും മനുഷ്യചരിത്രത്തെയും ചരിത്രാതിഥ്യത്തെയും കുറിച്ചുള്ള പഠനമാണ് ആർക്കിയോളജി. ആർക്കിയോളജിസ്റ്റുകൾ സ്മാരകങ്ങളും പുരാവസ്തുക്കളും ലിഖിതങ്ങളും നാണയങ്ങളും ഉറവിടങ്ങളായി ഉപയോഗിക്കുന്നു. ഭൂതകാലത്തിൻ്റെ കയ്യെഴുത്ത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രേഖാമൂലമുള്ള രേഖകൾ സാഹിത്യ സ്രോതസ്സുകൾ എന്നറിയപ്പെടുന്നു. സാഹിത്യ സ്രോതസ്സുകൾ അഥവാ ലിറ്റററി സോഴ്സിനെ 2 തിരിക്കാം: മതസാഹിത്യം, മതേതര സാഹിത്യം. എന്തുകൊണ്ടാണ് ചരിത്രത്തിൻ്റെ ഉറവിടങ്ങൾ പഠിക്കുന്നത്? ചരിത്രം പഠിക്കുന്നവരിൽ 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒരാളെ പുരാവസ്തു ഗവേഷകർ എന്നും മറ്റേ ഗ്രൂപ്പിനെ ചരിത്രകാരന്മാർ എന്നും വിളിക്കുന്നു. ആർക്കിയോളജിസ്റ്റ് ആൻഡ് ഹിസ്റ്റോറിയൻസ്. ആർക്കിയോളജിസ്റ്റ് അഥവാ പുരാവസ്തു ഗവേഷകർ കല്ലുകൾ, ഇഷ്ടികകൾ, പെയിൻറ്റിങ്ങുകൾ, ശില്പങ്ങൾ, അതുപോലെ തന്നെ ഇവ കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. ഹിസ്റ്റോറിയൻസ് അഥവാ ചരിത്രകാരന്മാർ ഭൂതകാലത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ആ കാലഘട്ടത്തിലുള്ള ലിഖിതങ്ങളും മുദ്രകളും ലിപികളും വിശകലനം ചെയ്തിട്ടാണ്.